വിവാദമായ വഖഫ് ബിൽ ലോക്സഭ പാസാക്കി. NDA സർക്കാരിന് ഭൂരിപക്ഷമുള്ളതുകൊണ്ട് ലോക്സഭയിൽ അത് പാസാക്കാനായി. ഈ വിവാദ ബില്ലിനെ കുറിച്ച് പല ചർച്ചകളും രാജ്യത്തും പാർലമെന്റിലും നടക്കുന്നു. ഇതിൽ കോൺഗ്രസ് സ്വീകരിച്ച നിലപാട്, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വൈകിയാണ് സഭയിലെത്തിയെങ്കിലും വിമർശനങ്ങൾ ഉയർന്നപ്പോൾ രാഹുൽ ഗാന്ധി എവിടെ പോയി, മറ്റൊരു MP ആയ പ്രിയങ്ക ഗാന്ധി എവിടെ പോയി, കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കൾ ബില്ലിന്മേലുള്ള ചർച്ചയിൽ ലോക്സഭയിൽ എത്താതിരിക്കുക എന്ന സംഭവം അത് വൻ വിമർശനങ്ങൾക്ക് വഴിയൊരുക്കി. അവസാനം മുഖം രക്ഷിക്കാൻ രാഹുൽ ഗാന്ധി ലോക്സഭയിലെത്തി, പ്രതിപക്ഷ നേതാവ്. പക്ഷേ കമാന്നൊരക്ഷരം വഖഫ് ബില്ലിനെ സംബന്ധിച്ച് സംസാരിച്ചില്ല. പ്രിയങ്ക ഗാന്ധിയുടെ അസാന്നിധ്യത്തിൻ്റെ കാരണം അവരുടെ ഏതോ സുഹൃത്ത് വിദേശത്ത് ക്യാൻസർ ചികിത്സയിലാണ്. അവർ വിദേശത്ത് പോയതുകൊണ്ട് പാർലമെന്റിൽ എത്താൻ കഴിയില്ല. അപ്പോൾ ഇത്രയും ഗൗരവം മാത്രമേ ഇങ്ങനെയൊരു ബില്ലിന്, ഇന്ത്യയിലെ ഒരു പ്രമുഖ സമുദായത്തെ, മുസ്ലിങ്ങളെ ബാധിക്കുന്ന ഒരു ബില്ലിന് കോൺഗ്രസ് നേതൃത്വം കൊടുത്തുള്ളൂ എന്നുള്ളത് നമ്മളിവിടെ തിരിച്ചറിയേണ്ടതുണ്ട്. അതേസമയം മധുരയിൽ CPIMന്റെ പാർട്ടി കോൺഗ്രസ് നടക്കുന്നിടത്ത് നിന്ന് തന്നെ അവിടെ കോൺഗ്രസിൻ്റെ തീയതികൾ വളരെ മുമ്പേ നിശ്ചയിച്ചതാണ്. അതിനുശേഷമാണ് വഖഫ് ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കുന്ന തീയതിയൊക്കെ വന്നത്. എന്നിട്ടും മധുരയിൽ പാർട്ടി കോൺഗ്രസിൻ്റെ തിരക്കുകളിൽ നിന്ന് തന്നെ നിന്നുകൊണ്ട് MP മാർ, CPIMന്റെ MP മാർ ലോക്സഭയിലെത്തി വഖഫ് ബില്ലിന്മേലുള്ള ചർച്ചയിൽ അതിനെ എതിർത്തുകൊണ്ട് സംസാരിച്ചു. അത് ഇടതുപക്ഷത്തിൻ്റെ ഉത്തരവാദിത്വം. പക്ഷേ കോൺഗ്രസ് എന്താണ് ചെയ്യുന്നത്? കോൺഗ്രസ് BJPയെ എതിർക്കാതെ, ബില്ലിന്മേൽ എതിർക്കാതെ മൃദു ഹിന്ദുത്വ നയം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനമാണ് വഖഫ് ബിൽ പ്രശ്നത്തിലും കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിന് ഒട്ടും ഭൂഷണമല്ലാത്ത ഒരു കാര്യമാണ്. ഇനി വിവാദങ്ങൾ അവിടെയും തീരുന്നില്ല. ലോക്സഭയിൽ CPIM പാർലമെന്ററി കക്ഷി നേതാവായ K രാധാകൃഷ്ണൻ, നമ്മുടെ ആലത്തൂർ MP മുൻ മന്ത്രി, മധുരയിൽ നിന്ന് നേരെ ലോക്സഭയിൽ പങ്കെടുക്കാൻ പോയി, ചർച്ചയിൽ പങ്കെടുക്കാൻ പോയി. അദ്ദേഹം മലയാളത്തിലാണ് ലോക്സഭയിൽ സംസാരിച്ചത്. അതിനെ കളിയാക്കി തന്നെ നമ്മുടെ ചില മലയാളികളൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട്. രാധാകൃഷ്ണന് ഇംഗ്ലീഷ് അറിയില്ലേ? ഇതെന്തൊരു നാണക്കേടാ മലയാളികൾക്ക്. മറ്റുള്ളവരെ കണ്ടുപിടിക്കുക. എന്താ ഇതിനൊക്കെ മറുപടി പറയുക? മാതൃഭാഷയിൽ, പ്രാദേശിക ഭാഷയായ മാതൃഭാഷയിൽ ലോക്സഭയിൽ, പാർലമെന്റിൽ സംസാരിക്കാൻ നിയമം അനുവദിക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് പോകുന്ന MP മാർ തമിഴിൽ, അവർ തമിഴ് ഭാഷയെ സ്നേഹിക്കുന്നു. എന്തേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹിന്ദിയിലല്ലേ പാർലമെന്റിൽ സംസാരിക്കുന്നത്? അദ്ദേഹം വിദേശത്ത് പോയി, അമേരിക്കയിൽ പോയി ഹിന്ദിയിൽ സംസാരിച്ചല്ലോ, പ്രസംഗിച്ചല്ലോ. ഇനി അദ്ദേഹം എപ്പോഴും ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട്. അദ്ദേഹം ടെലിപ്രോംപ്റ്റർ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ഇംഗ്ലീഷിൽ പ്രസംഗിക്കുന്നത്. അല്ലാതെ മനസ്സിൽ നിന്ന് വന്ന് സംസാരിക്കുകയല്ല, ടെക്സ്റ്റ് നോക്കി വായിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഭാഷാ സ്നേഹം ഒരു മോശം കാര്യമാണ്. മലയാളിക്ക് മലയാളത്തെ സ്നേഹിച്ചുകൂടെ? മലയാളം വിട്ടുപോയാൽ, കേരളം വിട്ടുപോയാൽ ഇംഗ്ലീഷിൽ തന്നെ സംസാരിക്കണം എന്ന് എന്താണ് നിർബന്ധം? സ്വന്തം ഭാഷയോട് സ്നേഹമില്ലാത്തൊരു സമൂഹമായിട്ട് എന്തേ മലയാളികൾ മാറുന്നു? രാധാകൃഷ്ണൻ നിയമവിരുദ്ധമായിട്ടൊന്നും ചെയ്തിട്ടില്ല. സത്യം എന്താണ്? ലോക്സഭയിൽ, പാർലമെന്റിൽ, രാജ്യസഭയിലോ ലോക്സഭയിലോ ഒക്കെ സംസാരിക്കാൻ ഈ പറയുന്ന 22 പ്രാദേശിക ഭാഷകളിൽ അനുവാദമുണ്ട് നമ്മുടെ രാജ്യത്ത് നിയമപരമായിട്ട്. നമ്മുടെ രാജ്യത്ത് വിഭിന്ന സമൂഹങ്ങൾ, വിവിധ സ്റ്റേറ്റുകളിൽ പല ഭാഷ സംസാരിക്കുന്നു. പല ഭാഷകളിൽ 22 ഭാഷകൾ മലയാളം ഉൾപ്പെടെ ഔദ്യോഗിക ഭാഷകളായി അംഗീകരിച്ചിട്ടുണ്ട്. ഈ ഔദ്യോഗിക ഭാഷകളിൽ പാർലമെന്റിൽ സംസാരിക്കാൻ ലോക്സഭയിലും രാജ്യസഭയിലും ഒരു നിയമ തടസ്സവുമില്ല. അങ്ങനെ സംസാരിക്കണം എന്ന് തന്നെയാണ് നമ്മളുടെ ആഗ്രഹം, നമ്മളുടെ ആവശ്യവും അത് തന്നെയാണ്. ലെഫ്റ്റ് ഐ ക്വസ്റ്റ്യൻ പറയാനുള്ളത്. ഇപ്പോൾ അങ്ങനെ സംസാരിക്കുമ്പോൾ ഈ മലയാളത്തിൽ പറഞ്ഞാൽ എങ്ങനെ അതിൻ്റെ അർത്ഥം പിടികിട്ടും? ഇതിനൊക്കെ ഇക്കാലത്ത് ടെക്നോളജി ഉണ്ട്, വോയിസ് ടെക്നോളജി ഉണ്ട്. അപ്പോൾ ഒരു MP ലോക്സഭയിലോ രാജ്യസഭയിലോ സംസാരിക്കുമ്പോൾ ഞാൻ എൻ്റെ മാതൃഭാഷയിലാണ്, മലയാളത്തിലാണ്, അല്ലെ തമിഴിലാണ്, അല്ലെ ഹിന്ദിയിലാണ്, അല്ലെ ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത് എഴുതി കൊടുക്കും. അപ്പോൾ
മുന്നേ തന്നെ അതിനുള്ള ഒരുക്കങ്ങൾ എല്ലാ എം പിമാർക്കും ഇപ്പം മലയാളത്തിൽ രാധാകൃഷ്ണൻ സംസാരിച്ചാലും അപ്പോൾ തന്നെ അതിൻ്റെ ട്രാൻസ്ലേഷൻ ഓട്ടോമാറ്റിക് ട്രാൻസ്ലേഷൻ വഴി അതിൻ്റെ ആസാമിയോ അതിൻ്റെ ബംഗാളിയോ അതിൻ്റെ ഹിന്ദിയോ അതിൻ്റെ തമിഴോ ആ ദേശത്തുനിന്ന് ആ സ്റ്റേറ്റിൽ നിന്ന് വന്ന എം പിമാർക്ക് കേട്ട് മനസ്സിലാക്കാൻ പാകത്തിൽ അത് അപ്പം തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് എത്തുന്നത് ശരിയിൽ. അപ്പോൾ കെ രാധാകൃഷ്ണൻ വക്കബിലിന്മേൽ മലയാളത്തിൽ പറഞ്ഞതിൻ്റെ മറ്റു ഭാഷകളിൽ അതിൻ്റെ വേർഷൻ അപ്പം തന്നെ കേട്ടിട്ട് എം പിമാർ പ്രതികരിച്ചത് കണ്ടല്ലോ ലോക്സഭയിൽ. ഏത് നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്? ഏത് ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്? സ്വന്തം ഭാഷയുടെ സ്നേഹം വേണ്ടേ? ഇനി ഈ പറയുന്ന വഖഫ് എന്താണ്? ഈ വഖഫ് എന്ന് പറയുന്നത് പലർക്കും അതിൻ്റെ കാര്യങ്ങൾ പിടികിട്ടുന്നില്ല. അതിൻ്റെ അകത്ത് സങ്കീർണതകളുണ്ട്. ഇപ്പം ലളിതമായിട്ട് പറഞ്ഞാൽ വഖഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വത്ത് ദാനമായിട്ട് സൗജന്യമായിട്ട് കൊടുക്കുക. അതായത് മതകാര്യത്തിന് ഇവിടെ വഖഫാകും മുസ്ലിം സമൂഹത്തിൻ്റെ കാര്യമാണ്. വ്യക്തികളോ സംഘടനകളോ സ്വത്തുക്കൾ, വീടോ വസ്തുവോ മറ്റു സ്വത്തുക്കൾ സൗജന്യമായിട്ടൊരു പ്രത്യേക കാര്യത്തിന് വേണ്ടി സംഭാവന ചെയ്യുന്നതിനെയാണ് വഖഫ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കൊടുക്കുന്ന ആ കാര്യത്തിന് മാത്രമേ ഉപയോഗിക്കാവൂ, അത് മറ്റു കാര്യത്തിന് ഉപയോഗിക്കാൻ പാടില്ല. ഇപ്പം മുനമ്പത്തെ വിഷയം ഫറൂഖ് കോളേജിന്, കോഴിക്കോട് ഫറൂഖ് കോളേജിന് ദാനമായി വഖഫായി കൊടുത്ത ഭൂമി അവർ മറിച്ചു വിൽക്കാൻ നോക്കി എന്നുള്ളതാണ് മുനമ്പത്തെ പ്രശ്നം. അതിന് വഖഫുമായിട്ട് ബന്ധമില്ല. അവിടെ അതിൻ്റെ ഉദ്ദേശലക്ഷ്യം മാറ്റി അത് വിനിയോഗിക്കാൻ നോക്കി എന്നുള്ള തെറ്റ് അവിടുന്നാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതാണ് വഖഫ് എന്ന് പറയുന്നത്. ഇനി വഖഫ് ബോർഡിൽ ഈ BJP സർക്കാർ, മോദി സർക്കാർ ഇപ്പോൾ ചെയ്തു കൂട്ടുന്നത് മുസ്ലിം സമൂഹത്തിനോട് വിവേചനം കാണിച്ചുകൊണ്ടുള്ള ഒരു നിയമമാണ് ലോക്സഭയിൽ പാസ്സാക്കിയിരിക്കുന്നത്. എന്താണത്? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മാത്രം ഇവിടെ പറയാം. അതായത് വഖഫ് ബോർഡിൽ, കേന്ദ്ര വഖഫ് ബോർഡിലായാലും സംസ്ഥാനങ്ങളിലെ വഖഫ് ബോർഡിലായാലും അമുസ്ലിങ്ങളെ തിരുകി കയറ്റാൻ ഈ പാസ്സാക്കിയ നിയമത്തിൽ, ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നു. അത് മുസ്ലിം സമൂഹത്തോട് കാണിക്കുന്ന വളരെ വിവേചനപരമായ ഒരു നിയമമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. തിരിച്ചു ചോദിക്കട്ടെ, വഖഫ് ബോർഡിൽ ഇങ്ങനെയാണെങ്കിൽ മറ്റ് ട്രസ്റ്റുകളിൽ എങ്ങനെയാണ്? മറ്റു സമുദായങ്ങളുടെ നമുക്കൊന്നേന്ന് പറയാം. ഇപ്പം അയോധ്യയിലെ രാമക്ഷേത്ര ട്രസ്റ്റ് അവിടെ ക്ഷേത്രം നിർമ്മിക്കാൻ ട്രസ്റ്റ് ഉണ്ടാക്കി സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ. അതിൽ ഹിന്ദുക്കളല്ലാതെ മറ്റു സമുദായത്തിൽ നിന്ന് ആരെയും എടുത്തു വെക്കുന്നില്ലല്ലോ. ട്രസ്റ്റിനകത്ത് മുസ്ലിങ്ങളെയോ ക്രിസ്ത്യാനികളെയോ സിഖുകാരെയോ എടുത്തു വെക്കുന്നുണ്ടല്ലോ? ഇല്ലല്ലോ. അപ്പോൾ അയോധ്യയിലെ രാമക്ഷേത്ര ട്രസ്റ്റിൽ ഹിന്ദുക്കൾ മാത്രമേ പാടുള്ളൂ, അത് കുഴപ്പമില്ല. കേരളത്തിലെ ദേവസ്വങ്ങൾ, അതിൽ ഹിന്ദുക്കൾ മാത്രമേ ഉള്ളൂ, ക്രിസ്ത്യാനിയെ എടുത്തു വെക്കാറില്ല. കെ രാധാകൃഷ്ണൻ ലോക്സഭയിൽ ചെയ്ത പ്രസംഗത്തിൽ പറഞ്ഞ ഒരു ഉദാഹരണം എടുത്ത് കാണിച്ചത് 1987 ഗുരുവായൂർ ദേവസ്വത്തിലെ ഒരംഗത്തിൻ്റെ പേര് ക്രിസ്തീയ സമുദായമായിട്ട് സാമ്യമുള്ള പേരാണ്. സത്യത്തിൽ ആള് ഹിന്ദു തന്നെയാണ്, പക്ഷെ ക്രിസ്ത്യൻ പേര് ഉള്ളതുകൊണ്ട് അന്ന് അവിടെ സംഘപരിവാറും മറ്റുള്ളവരും ബഹളം ഉണ്ടാക്കി സമരം ചെയ്തു. ഹിന്ദുക്കൾക്ക് ക്രിസ്ത്യാനിയെ പുറത്താക്കുക എന്ന് പറയുന്നത് തലയും വാലും അറിയാതെ ഒരു സമരം ചെയ്തു. അദ്ദേഹം ക്രിസ്ത്യാനി അല്ല, പേര് ക്രിസ്ത്യൻ പേരാണെങ്കിൽ അദ്ദേഹം ഹിന്ദു സമുദായത്തിൽ പെട്ടയാളാണ്. 87 ഗുരുവായൂർ ദേവസ്വം ബോർഡ് അംഗമായത്. കാര്യം അറിയാതെ സമരം ചെയ്തവരാണ് സംഘികൾ. വിവരം വേണമല്ലോ. അതുപോലെ ശബരിമല ക്ഷേത്രം ഭരിക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ അഹിന്ദുക്കളായ ആരെങ്കിലും അംഗങ്ങളാവുന്നുണ്ടോ? ഒരു ക്രിസ്ത്യാനി ഇപ്പോൾ വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങളെ ക്രിസ്ത്യാനിയോ ഹിന്ദുവിനെയോ സിഖിനെയോ ഒക്കെ അംഗമാക്കി വെക്കാവുന്ന ഈ നിയമം പറയുമ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ അഹിന്ദുക്കളായിട്ടുള്ളവരെ അംഗമാക്കുമോ? ഇല്ല. ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും ഭാരവാഹികളെയും തിരഞ്ഞെടുക്കുന്നത് നിയമസഭയിലെ ഹിന്ദു MLA-മാരാണ്. അവിടെ മറ്റു മതസ്ഥർക്കൊന്നും അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തുന്നില്ല. അതേപോലെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ട്രസ്റ്റ് തിരുവനന്തപുരത്ത്, അവിടെ അഹിന്ദുക്കളായിട്ട് ആരെയും എടുക്കുന്നില്ലല്ലോ, ക്രിസ്ത്യാനിയെ മുസ്ലിമിനെ എടുക്കുന്നില്ലല്ലോ. അപ്പം അവിടെയൊക്കെ ഇങ്ങനെയൊക്കെ ആവാം. അവിടെ ഒന്നും മാറ്റം വരുത്താൻ പാടില്ല. ഞങ്ങൾ പല ഉദാഹരണങ്ങൾ എടുത്തു കാണിക്കുകയാണ്. അപ്പോൾ ഇത് വിവേചനമല്ലേ? ഈ വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങളെ ഹിന്ദുക്കളെയോ ക്രിസ്ത്യാനിയോ മറ്റു മതസ്ഥരെ അംഗങ്ങളാക്കി വെക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന ഈ നിയമം മുസ്ലിം വിരുദ്ധമല്ലേ? അല്ലെങ്കിൽ നമ്മുടെ മതേതര സെക്കുലർ റിപ്പബ്ലിക്കായ ഇന്ത്യയുടെ കാഴ്ചപ്പാടിന്, ഭരണഘടനയ്ക്ക് വിരുദ്ധമല്ലേ? പാർലമെന്റിൽ മെജോറിറ്റി ഉണ്ടെന്ന് വെച്ചിട്ട് ഏത് നിയമവും അങ്ങനെ പാസ്സാക്കാൻ തുടങ്ങിയാൽ രാജ്യത്തിൻ്റെ ജനാധിപത്യ ഫാബ്രിക്, മതേതരം, സോഷ്യലിസം, ജനാധിപത്യം എന്നൊക്കെ പറയുന്ന ആ നെടുംതൂണുകളുടെ തന്നെ അതിൻ്റെ അർത്ഥമില്ലാതാകുകയല്ലേ സംഭവിക്കുന്നത്? ഈ വിവേചനം എന്തിനാണ്? ഞങ്ങൾ ഓരോ ഉദാഹരണങ്ങൾ ഞങ്ങൾ എടുത്തു കാണിച്ചതാണ്. ഇനി ഈ രാധാകൃഷ്ണന്റെ പ്രസംഗത്തിൽ സുരേഷ് ഗോപി എന്ന് പരാമർശിച്ചു.
ഉടനെ സുരേഷ് ഗോപി ചാടി വീണു ചീറ്റപ്പുലിയെ പോലെ. എൻ്റെ പേര് അൺനെസസറിലി ടേക്കൺ പരാമർശിച്ചു. അതുകൊണ്ട് എനിക്ക് പറയാനുണ്ട്, ഈ കേരളം പാസാക്കിയ ഈ പ്രമേയം അറബിക്കടലിലായിരിക്കും അതിൻ്റെ സ്ഥാനം. ഏതാ? എന്ത് ജനാധിപത്യ ബോധമാണ് സുരേഷ് ഗോപിക്കുള്ളത്? കേരള നിയമസഭ ഏകകണ്ഠമായി വഖഫ് ബില്ലിനെതിരെ ഒരു പ്രമേയം പാസ്സാക്കി. അതെന്തിനാണ്? കേരള ജനതയുടെ എതിർപ്പ് അതിനകത്ത് പ്രകടിപ്പിച്ചു. അത് റെക്കോർഡിൽ ചരിത്രത്തിലുണ്ടാവും. അതുകൊണ്ടാണ് കേരള നിയമസഭ പ്രതിപക്ഷവും ഭരണപക്ഷവും യോജിച്ച് ഏകകണ്ഠമായി വഖഫ് കാര്യത്തിൽ ഒരു പ്രമേയം പാസ്സാക്കിയത്, ഈ നിയമം നടപ്പാക്കരുതെന്ന് പറഞ്ഞിട്ട്. ആ കേരള നിയമസഭയുടെ ഐക്യകണ്ഠേന പാസ്സാക്കിയ പ്രമേയത്തെയാണ് ആക്ഷേപിക്കുന്ന ഒരു MP, തൃശ്ശൂരും ജയിച്ചു പോയ സുരേഷ് ഗോപി ലോക്സഭയിൽ അതിനെ അവഹേളിക്കുകയാണ്. അതിൻ്റെ സ്ഥാനം അറബിക്കടലിൽ. ഈ പറയുന്ന രഞ്ജി പണിക്കർ ഡയലോഗാണ് പറയുന്നത് സിനിമയിലെ. ഇപ്പോഴും സിനിമയിലെ ആ മാസ്മരിക ലോകത്തുനിന്ന് ആ ഡയലോഗിൽ നിന്ന് ഇറങ്ങി ഭൂമിയിലേക്ക് വരാൻ ഇപ്പോഴും സുരേഷ് ഗോപിക്ക് സാധിക്കുന്നില്ല എന്ന് അദ്ദേഹം ഇന്നലെയും ലോക്സഭയിൽ തെളിയിച്ചു. എന്തിനാണ് ഇദ്ദേഹത്തെ തൃശ്ശൂരിലെ ജനങ്ങൾ ജയിപ്പിച്ചു വിട്ടത്? ഇപ്പം തൃശ്ശൂരുകാർ വിചാരിക്കുന്നുണ്ടാവും, എന്തൊരു മണ്ടത്തരമായി, ഒരാളെ ആണല്ലോ നമ്മൾ തിരഞ്ഞെടുത്ത് ലോക്സഭയിലേക്ക് അയച്ചത്. കഷ്ടം തോന്നുന്നു. അദ്ദേഹത്തിന് ആ സിനിമാ ഡയലോഗിൽ നിന്ന് ഷിറ്റ് ഗോപിക്ക് ഇറങ്ങി വരാൻ പറ്റത്തില്ല. ജനാധിപത്യ ബോധം ഇനിയും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ജനങ്ങൾ ജയിപ്പിച്ചു വിട്ടു എന്നതുകൊണ്ട് മാത്രം ജനാധിപത്യ ബോധം ഉണ്ടാകുമോ? ഓരോ വിഷയത്തിൽ എങ്ങനെ ഇടപെടുന്നു എന്നുള്ളതാണ് പ്രധാനം. 2 കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. വഖഫ് ബില്ല് വഴി, നിയമം വഴി മുസ്ലിം സമൂഹത്തെ എങ്ങനെ അകറ്റുന്നു, വിവേചനം എങ്ങനെ വന്നു എന്നുള്ളതുപോലെ മുത്തലാഖ് ക്രിമിനൽ കുറ്റമാക്കിയപ്പോഴും ഇതാണ് സംഭവിച്ചത്. കേന്ദ്ര മോദി സർക്കാർ, അതായത് നിയമവിരുദ്ധമായ വിവാഹമോചനത്തിന് എതിരെയുള്ള നിയമമാണ് മുത്തലാഖ്. അത് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ ചെയ്താൽ ക്രിമിനൽ കുറ്റം. മറ്റുള്ളവർ, ഹിന്ദുക്കളോ മറ്റുള്ളവർ ക്രിസ്ത്യൻസോ ചെയ്തു കഴിഞ്ഞാൽ അത് ക്രിമിനൽ കുറ്റമില്ല, സിവിൽ നിയമലംഘനം മാത്രമാണ്. അവിടെയാണ് മുത്തലാഖ് നിയമത്തെ നമ്മൾ എതിർത്തത്. മതേതര വിശ്വാസികൾ ഒരേ രാജ്യത്തെ പൗരന്മാരെ മതത്തിന്റെ പേരിൽ 2 രീതി കാണുന്നത് വിവേചനമല്ലേ? അല്ലേ? നമ്മൾ ആലോചിച്ച് നോക്കുക, സാമാന്യബുദ്ധിക്ക് ആലോചിച്ച് നോക്കുക. 2, പൗരത്വ ഭേദഗതി നിയമത്തെ എന്തുകൊണ്ട് എതിർക്കുന്നു? പൗരത്വ ഭേദഗതി നിയമത്തിൽ മുസ്ലിങ്ങൾ അവർ സ്വയം തെളിയിക്കണം പൗരത്വം. മറ്റൊരു മതവിശ്വാസികൾക്കും ഇന്ത്യയിൽ, വേറെ ഏത് മതവിശ്വാസികൾക്കും സ്വയം പൗരത്വം തെളിയിക്കേണ്ടുന്ന ബാധ്യതയില്ല. മുസ്ലിങ്ങൾക്ക് അത് തെളിയിക്കണം എന്ന് പറഞ്ഞാൽ അത് വിവേചനമല്ലേ? നമ്മുടെ ആർട്ടിക്കിൾ 26-ൻ്റെയൊക്കെ ലംഘനമല്ലേ? ഈക്വാളിറ്റിയുടെ ലംഘനമല്ലേ? അപ്പോൾ അത്രയും ഗൗരവമുള്ള ഒരു വിഷയം, അതിനുമേലൊരു നിയമം ലോക്സഭ പാസ്സാക്കിയപ്പോൾ കോൺഗ്രസിൻ്റെ പ്രമുഖ MP-മാർ, രാഹുൽ ഗാന്ധി വന്നെങ്കിലും സംസാരിക്കാതെ മിണ്ടാതിരുന്നു, പ്രിയങ്ക ഗാന്ധി എത്തിയിട്ടില്ല, മറ്റ് കോൺഗ്രസ് നേതാക്കളൊന്നും കാര്യമായിട്ട് ഇതിനകത്ത് ഇടപെട്ടില്ല എന്ന് പറയുമ്പോൾ ഈ രാജ്യം എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് ആലോചിക്കണം. കോൺഗ്രസിൻ്റെ നിലപാട് എത്രയോ ജനാധിപത്യ മതേതര വിരുദ്ധമാണ്. BJPയെ സഹായിക്കുന്ന നിലപാട്, മോദി സർക്കാരിനെ സഹായിക്കുന്ന നിലപാട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക. എന്തായാലും നിയമമായി, ബില്ല് പാസ്സായി, നിയമമായി, അത് നടപ്പാക്കപ്പെടുന്നു. പക്ഷേ എതിർപ്പ്, ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ അതിനെ എതിർത്തു. പാർലമെന്റിൽ അവരവരുടെ ശബ്ദമുയർത്തി. അപ്പോൾ സുരേഷ് ഗോപിയെപ്പോലുള്ള കേരളത്തിൽ നിന്നുള്ള MPയും മറ്റു കോൺഗ്രസ് MPമാരും ഒക്കെ എന്താ ചെയ്തത് എന്ന് നമ്മൾ തിരിച്ചറിയുക.